കരൂരിൽ ടി.വി.കെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 40ആയി. സംഭവത്തിൽ സുതാര്യ അന്വേഷണം ആവശ്യപ്പെട്ട് വിജയുടെ പാർട്ടി ടി.വി.കെ ഹൈക്കോടതിയെ സമീപിക്കും. ശനിയാഴ്ച നടക്കാനിരുന്ന റാലി ഒഴിവാക്കാനും ടി.വി.കെ ഓൺലൈൻ യോഗത്തിൽ തീരുമാനിച്ചു. സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിജയും ദുരന്തത്തിനിരയായവർക്ക് സഹായം നൽകുമെന്ന് വ്യക്തമാക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം വീതവുമാണ് പ്രഖ്യാപിച്ചത്. അതേസമയം വിജയ്ക്കെതിരെ ഉടനടി നിയമ നടപടി വേണ്ടെന്ന് DMKയുടെ നിലപാട്. വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷം നടപടികളിലേക്ക് കടക്കാമെന്നാണ് തീരുമാനം. തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ 80ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. സജയൻ ചേരുന്നു വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. സജയൻ, വിവരിക്കാനാവാത്ത അത്രമാത്രം വലിയ ദുരന്തത്തിനാണ് തമിഴകം സാക്ഷ്യം വഹിച്ചത്. ആ തേങ്ങൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല. തമിഴകത്തിന് അത്രമാത്രം വലിയ മുറിവാണ് ആ നാടിനേറ്റെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ മരണസംഖ്യ 40 ആകുന്നു. ഇനിയും നിരവധി പേർ അവിടെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അപ്പോഴും തെല്ലൊരാശ്വാസമായി സർക്കാർ ഒപ്പമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് കരൂരിൽ നിന്ന്? ദാരുണ സംഭവത്തിൽ വീണ്ടും ഒരു മരണം കൂടി ഇന്ന് ഉച്ചയോടെ സംഭവിച്ചു. 40 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 10 കുട്ടികൾ, 17 സ്ത്രീകൾ, 13 പുരുഷന്മാർ എന്നിങ്ങനെ 40 പേരാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. 5ൽ കൂടുതൽ പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഏകദേശം 80ലധികം 100ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമാണ്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഒരു IG-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ വിരമിച്ച ജസ്റ്റിസ് അരുണ ജഗദീഷിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ച് അവർ ഇന്ന് കരൂരിലേക്ക് പുറപ്പെട്ടതിന്റെ അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമേ അടുത്ത ഘട്ട നടപടി ഉണ്ടാവും. ഇന്ന് മുഖ്യമന്ത്രിയോട് രാവിലെ മാധ്യമപ്രവർത്തകർ വിജയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ അടുത്ത ഘട്ട തീരുമാനം ഉണ്ടാവുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ടി.വി.കെയും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ചെന്നൈയിൽ ജഡ്ജിക്ക് ഗ്രീൻ വേ റോഡിൽ ജഡ്ജിയുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് ഹർജി സമർപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കോടതി സ്വമേധയാ അന്വേഷണം നടത്തണമെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവ സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ അതിൽ കൃത്രിമം നടപടികൾ ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് ഹർജി സമർപ്പിച്ചത്. ഈ ഹർജി നാളെ ചെന്നൈ ഹൈക്കോടതിയുടെ മധുരൈ ബ്രാഞ്ച് ഈ ഹർജി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിജയയുടെ നടപടികൾ രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് കൃത്യസമയത്ത് എത്താൻ സാധിക്കാതെ, അതായത് റാലിക്ക് നിശ്ചയിച്ചിരുന്ന സമയത്ത് സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കാത്തതിനാൽ പല മണിക്കൂർ വൈകിയതിനാലാണ് ഇതുപോലുള്ള ദുരന്തം ഏർപ്പെട്ടതെന്ന് പലരും ആരോപിക്കുന്നു. എന്നാൽ പല പ്രതിപക്ഷ കക്ഷികളും വിജയ്ക്ക് അനുകൂലമായും സർക്കാരിനെ വിമർശിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ ദുരൂഹതയുണ്ടെന്നും ഇത്രത്തോളം ജനസാന്ദ്രത തടിച്ചുകൂടുന്ന ഈ പരിപാടിക്ക് വളരെ കുറച്ച് പോലീസുകാരെ മാത്രമേ നിയോഗിച്ചുവെന്ന് ഇതിന് കാരണമെന്തെന്ന് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പഴനിസ്വാമി, അതേപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനും ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അന്വേഷണ കമ്മീഷൻ CBI അന്വേഷണം നടത്തണമെന്നുള്ള പോലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് വിദ്യുച്ഛക്തി വിച്ഛേദിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു നിഗൂഢതയുണ്ടെന്നാണ് പല രാഷ്ട്രീയ കക്ഷികളും ആരോപിക്കുന്നത്. CPIM അതേപോലെ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ വിജയ്ക്കെതിരായി വിജയെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന ആരോപണമായി മുന്നോട്ട് വന്നാലും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിന് പിന്നിൽ പല ദുരൂഹതയുണ്ടെന്നും വിജയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ DMKക്ക് ഒരു ഭീഷണിയാവുമെന്ന സാഹചര്യത്തിൽ ഇതിനെ വിജയുടെ ഒരു ഇമേജിനെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്തോ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നു എന്ന ഒരു ആരോപണവും ഉണ്ട്. എന്തായാലും IG-യുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ ഒരു ടീമിനെ തന്നെ സർക്കാർ നിയോഗിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശരി, നന്ദി. സഞ്ജയനാണ് വിവരങ്ങൾ ചെന്നൈയിൽ നിന്നും നൽകിയത്. എന്തായാലും വലിയ ദുരന്തത്തിനാണ് തമിഴകം സാക്ഷ്യം വഹിച്ചത്. ഇപ്പോഴും തമിഴകം തേങ്ങുകയാണ്.
40 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. പലരും ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. സർക്കാരിന് പുറമെ വിജയും ഇപ്പോൾ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അതിനപ്പുറത്തേക്ക് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. രാജ്യത്ത് തിക്കിലും തിരക്കിലും പെട്ട് ജനങ്ങൾ മരിക്കുന്നത് പതിവാകുന്നു. ഈ വർഷവും സമാനമായ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം അതൊക്കെ വിശദമായി. രാജ്യത്തെ നടക്കുന്ന ആൾക്കൂട്ട ദുരന്തങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ വർഷം മാത്രം രാജ്യത്ത് നടന്നത് കരൂർ ദുരന്തം ഉൾപ്പെടെ 8 ആൾക്കൂട്ട ദുരന്തങ്ങളാണ്. പുതുവർഷം ആദ്യം ഞെട്ടിച്ചത് തിരുപ്പതി തിരുമല വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ ദുരന്തമായിരുന്നു. അവിടെ വൈകുണ്ഠ ഏകാദശി ദർശനത്തിലുള്ള കൂപ്പൺ വിതരണത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 3 സ്ത്രീകളടക്കം 6 പേരാണ്. 12 പേർക്കാണ് പരുക്കേറ്റത്. ജനുവരിയിൽ തന്നെ ജനുവരി 29-ന് യുപിയിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 30 തീർത്ഥാടകർ മരിച്ചു. 90 പേർക്ക് പരിക്കേറ്റു. ഫെബ്രുവരിയിലും സമാന സംഭവമുണ്ടായി. ഫെബ്രുവരി 15-ന് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വൻ ദുരന്തമുണ്ടായി. 3 കുഞ്ഞുങ്ങളടക്കം 18 പേരാണ് മരിച്ചത്. 18 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് മെയ് 3-ന് വടക്കൻ ഗോവയിൽ ഷിർഗാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. ജൂൺ 4-നായിരുന്നു രാജ്യത്തിനെ നടുക്കിയ ആ വലിയ ദുരന്തം ബംഗളൂരുവിൽ നടന്നത്. IPL-ലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ കന്നി IPL കിരീട നേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും 37 മരണം സംഭവിച്ചു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. ജൂൺ 29-ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ അകലെയുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള തിരക്കിനിടെ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. 50 പേർക്ക് പരിക്കേറ്റു. ജൂലൈ 27-ന് ഹരിദ്വാറിലെ മാനസാദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 28 പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴിതാ കരൂരിൽ വിജയുടെ റാലിക്കിടെയുണ്ടായ വലിയ ദുരന്തം. 39 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കാം. ഇക്കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ റാലികളും മതപരമായ ചടങ്ങുകളും സിനിമാ താരങ്ങളുടെ വരവുമടക്കം ദുരന്ത ഭൂമിയായി. കഴിഞ്ഞ വർഷം അവസാനം 2024 ഡിസംബറിൽ പുഷ്പ 2-വിന്റെ ഫാൻ ഷോയ്ക്ക് അല്ലു അർജുൻ എത്തിയപ്പോഴുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചിരുന്നു. അന്നത് വലിയ വിവാദമാവുകയും അല്ലു അർജുനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ നടുക്കിയ ചില ആൾക്കൂട്ട ദുരന്തങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. 2003-ൽ ജൂലൈ 27 മുതൽ സെപ്റ്റംബർ 7 വരെ നടന്ന കുംഭമേളയിൽ